വണ്ടിപ്പെരിയാറിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന. ടൗണിൽ പ്രവർത്തിക്കുന്ന ലാബുകളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കണ്ടെത്തി. 3 ലാബുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. അപകടകരമായ സാഹചര്യമാണ് ഉണ്ടായതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വിശദീകരണം. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ കർശനമാക്കിയത്. ഇതിൽ പ്രധാനമായും ലൈസൻസ്, മറ്റ് രേഖകൾ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നതിനു വേണ്ടിയായിരുന്നു പരിശോധന നടത്തിയതും. എന്നാൽ 18ഓളം മെഡിക്കൽ ലബോറട്ടറി ലാബുകൾ പരിശോധിച്ചതിൽ ഗുരുതരമായ വീഴ്ചയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങിയ രോഗനിർണയ കിറ്റുകൾ 2018 മുതൽ ഉള്ളവയാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെടുക്കപ്പെട്ടു. ഇതുകൂടാതെ ഹൃദ്രോഗ സംബന്ധമായ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന കിറ്റുകളും കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തുകയും ചെയ്തു. സംഭവത്തിൽ 3 ലബോറട്ടറികൾ അടച്ചുപൂട്ടി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്നുള്ള ഒരു പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആരോഗ്യവകുപ്പിന്റെ സ്ക്വാഡ് ഇറങ്ങിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു 18ഓളം സ്ഥാപനങ്ങൾ നമ്മൾ സന്ദർശിച്ചു. അപ്പോൾ പരിശോധന നടത്തി. പരിശോധനയിൽ ചില സ്ഥാപനങ്ങളൊക്കെ ഇത്ര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മെഡിക്കൽ ലാബുകളായിട്ടാണെങ്കിലും തന്നെയാണെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് 3-4 സ്ഥാപനങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ 2018 അതുപോലെ തന്നെ 2022 കാലാവധി തീർന്ന റീഏജൻസ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എലിപ്പനിയുടെയും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയുടെയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് എന്നിവയുടെയൊക്കെ കിറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന രോഗനിർണയം നടത്താനായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 സ്ഥാപനങ്ങൾ നമ്മുടെ വണ്ടിപ്പെരിയാർ ടൗണിൽ ഇന്ന് സ്റ്റോപ്പ് കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വളരെ ഗുരുതരമായിട്ട് പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ ആണെങ്കിലും ഒരു രോഗനിർണയം അടിയന്തരമായിട്ട് ഘട്ടത്തിൽ നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗത്തിൽ ഡോക്ടറെ കണ്ട് ലാബിലേക്ക് വരുമ്പോൾ ഇത്രയും പഴകിയ റിയേജൻസും ഒക്കെ തന്നെ ആണെങ്കിലും അവർ പരിശോധനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ റിസൾട്ടുകൾ തീർച്ചയായിട്ടും അത് തെറ്റാനായിട്ട് സാധ്യത എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിർദ്ധനായിട്ടുള്ള പാവപ്പെട്ട രോഗികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് മരുന്ന് കഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും, രോഗികളായിട്ട് മാറുന്നു. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൃദ്രോഗം പോലും നിർണ്ണയിക്കുന്ന കിറ്റ് അതും വളരെ 2-3 വർഷം മുമ്പ് കാലാവധി തീർന്ന കിറ്റുകൾ ഉപയോഗിക്കുന്നതായിട്ടൊക്കെയാണ് നമ്മൾ പരിശോധന കണ്ടെത്തുന്നത്. യാതൊരു രേഖകളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംബന്ധമായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഗുരുതര വീഴ്ച കണ്ടെത്തിയത്. വീഴ്ച കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് എതിരെ നിയമ നടപടിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൃത്യമായ റിസൾട്ട് നൽകാത്തത് കൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുകയും ചെയ്തു. വണ്ടിപ്പെരിയാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ, ലാബ് ടെക്നീഷ്യൻ രാജ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റൊണാൾഡ്, ടിങ്കിൾ തോമസ്, അഞ്ജലി, അരവിന്ദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.